റേഷൻ പൊതുവിതരണത്തിൽ സർക്കാർ അമ്പേ പരാജയമാണെന്ന ആരോപണമുയർത്തി കോൺഗ്രസ്. ഈ കാര്യം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. അതിന്റെ ഭാഗമായി നെടുങ്കണ്ടം സപ്ലൈകോ ഓഫീസിലേക്കും മാർച്ചും ധർണയും കോൺഗ്രസ് സംഘടിപ്പിച്ചു. ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ജംഗ്ഷൻ, നെടുങ്കണ്ടം. Baby Hub. We are always here to improve your kids' childhood. Be a good parent for next era. Baby Hub, the complete baby store. Court Junction, Nedumkandam. റേഷൻ കടകളിൽ ആവശ്യ സാധനങ്ങൾ പോലും എത്തിക്കാതെ നോക്കുകുത്തിയായി മാറിയ കേരള സർക്കാരിനെതിരെ സംസ്ഥാനത്തെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും സപ്ലൈകോ ഓഫീസുകളിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായി നെടുങ്കണ്ടം സപ്ലൈ ഓഫീസിലേക്ക് ഉടുമ്പൻചോല നെടുങ്കണ്ടം ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധ മാർച്ച് നെടുങ്കണ്ടം കിഴക്കേ കവറിയിൽ പോലീസ് തടഞ്ഞു. നെടുങ്കണ്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CS യശോധരൻ അധ്യക്ഷപദം അലങ്കരിച്ചു. KPCC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാർക്ക് ലഭ്യമാകുന്ന ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റുകൾക്കുമായി ചുമതലപ്പെടുത്തി. അതനുസരിച്ചാണ് സംസ്ഥാനങ്ങൾ സിവിൽ സപ്ലൈസ് വകുപ്പുണ്ടായത്. ആ സിവിൽ സപ്ലൈസ് വകുപ്പാണ് കേരളത്തിൽ റേഷൻ കടകളിൽ കൃത്യമായി ഭക്ഷ്യധാന്യങ്ങൾ, അരി, ഗോതമ്പ്, മറ്റു നിത്യോപയോഗ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഭക്ഷ്യധാന്യങ്ങൾ സുലഭമായി ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുന്നത് ഭക്ഷ്യ കുറവ് മൂലം രാജ്യത്ത് പട്ടിണി മരണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ്. ആവശ്യമുള്ള ഭക്ഷ്യധാന്യങ്ങൾ രാജ്യത്തെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്വം രാജ്യത്തിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഭക്ഷ്യസുരക്ഷ കേന്ദ്ര ഗവൺമെന്റ് അതൊരു ഉത്തരവാദിത്വമാക്കി മാറ്റിയത്. അതിനെ തുടർന്നാണ് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ദേശീയ ഭക്ഷ്യസുരക്ഷ നിയമം കൊണ്ടുവന്നത്. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തുല്യ ഉത്തരവാദിത്വമാണുള്ളത്. നിയമം നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റിനാണ്. ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റിനാണ്. എല്ലാ ഭാഗത്തും സംസ്ഥാനത്ത് എല്ലാ ഭാഗത്തും ആവശ്യമുള്ള ഭക്ഷ്യധാന്യങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥന്മാരാണ്. ക്ഷാമമുണ്ടാകുമ്പോൾ, മാർക്കറ്റിൽ അമിതവില ഉണ്ടാകുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീം കൊണ്ടുവന്നത്. അതനുസരിച്ചാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സ്ഥാപനങ്ങൾ, മാവേലി സ്റ്റോറുകൾ, സപ്ലൈകോ സ്ഥാപനങ്ങൾ തുടങ്ങിയത്. അവർ സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്ന സ്ഥാനത്ത് നിന്ന് ബൾക്കായി സാധനങ്ങൾ വാങ്ങിച്ച് ശേഖരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി ന്യായവിലയ്ക്ക് കമ്പോളത്തിൽ എത്തി വിതരണം നടത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ സ്ഥാപനങ്ങളൊന്നും കിട്ടാനും സപ്ലൈകോ ഉണ്ട്, സാധനമില്ല. അരി ഉണ്ടെങ്കിൽ പഞ്ചസാരയില്ല, പഞ്ചസാരയുണ്ടെങ്കിൽ വെളിച്ചെണ്ണയില്ല, പാമോയിൽ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയില്ല, മല്ലിയുണ്ടെങ്കിൽ ഉള്ളിയില്ല, ഉള്ളിയില്ലെങ്കിൽ മല്ലിയില്ല എന്ന ആയിരിക്കും. കുറെ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാനും അവർക്ക് ശമ്പളം കൊടുക്കാനും മാത്രമുള്ള കെടുകാര്യസ്ഥ പരിഹാരമായി കേരളത്തിലെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മാറിയിരിക്കുന്നു. കേരള സംസ്ഥാനത്ത് അധികമാക്കി വരുന്ന ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പിരിച്ചുവിടാതെ കണ്ട് കേരളത്തിലെ ജനങ്ങൾക്കൊരു പ്രയോജനവുമില്ല. ഇതൊരു ബാധ്യതയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ സ്നേഹിതന്മാരെ, റേഷൻ കടകൾ പ്രവർത്തനക്ഷമമല്ല. റേഷൻ കടകൾ പഴയ മാനുവലനുസരിച്ച് കണക്കെഴുതി വെക്കുന്ന ഒരു കാലം ഇവിടെ നന്ദി നമുക്ക് റേഷൻ കിട്ടുമായിരുന്നു. ഇപ്പൊ എന്താ പല മിഷനുകളുടെ പേര് പറയുകയാണ്. മെഷീനുകൾ കാര്യക്ഷമമല്ല, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ് പ്രവർത്തിക്കുന്നത്. ആ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്ന എത്രയോ വലിയ മേഖലകൾ നമുക്കുണ്ട്. പക്ഷേ റേഷൻ കടകളിലെ സോഫ്റ്റ്വെയർ മാത്രം, അതിനൊരു പേരൊക്കെ ഉണ്ട്, പക്ഷെ ആ സോഫ്റ്റ്വെയർ മാത്രം പ്രവർത്തിക്കുന്നില്ല. ഏകീകൃത സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തിരുവനന്തപുരത്തും ഇടുക്കിയിലും നെടുങ്കണ്ടത്തും അതുപോലെ പാറശാലയിലും കാസർഗോഡും കണ്ണൂരുമുള്ള റേഷൻ കടകളിൽ കൃത്യമായ റേഷൻ സാധനം എത്തിയിട്ടുണ്ടെന്നും അതിന് റേഷൻ കാർഡുകൾക്ക് കൃത്യമായ അളവിൽ സാധനമുണ്ടെന്നും ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഭക്ഷ്യസുരക്ഷാ നിയമം ഉറപ്പുവരുത്തുന്ന കാര്യമാണത്. അത് പാലിക്കാതിരുന്നാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ നിയമം അനുശാസിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ആദ്യമായി പ്രോസിക്യൂട്ട് ചെയ്യേണ്ടി വരുന്നത് കേരളത്തിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയെയാണ്. അദ്ദേഹത്തിന് വകുപ്പ് എന്താണെന്ന് പോലും അറിയത്തില്ല. കുറെ ഇങ്ങനെ ചുറ്റിക്കിറങ്ങി നടക്കുന്നതല്ലാതെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ സിവിൽ സപ്ലൈസ് വകുപ്പിന് എന്ത് ഉത്തരവാദിത്തമാണുള്ളത് എന്ന് കേരളത്തിലെ ഭക്ഷ്യമന്ത്രിക്ക് അറിയില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പാവപ്പെട്ടവർ ആർക്കായി റേഷൻ? രാജ്യത്തെ സമ്പന്നന്മാർക്കാണോ? റേഷൻ പറയുന്നത് those who are needy and poor, പാവപ്പെട്ടവരും ആവശ്യക്കാരുമാണ് റേഷൻ കിട്ടേണ്ടത്. അല്ലാതെ രാജ്യത്തെ സമ്പന്നന്മാർക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും മാത്രമല്ല. ഉന്നത വിഭാഗത്തിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കള്ളവ്യാജ കാർഡുണ്ടാക്കി
അവരെല്ലാ ആനുകൂല്യം പറഞ്ഞെടുക്കുന്നതായി നമ്മൾ അടുത്ത കാലത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് എന്താണ് കുറ്റം? പാവങ്ങൾ പണിയെടുക്കാൻ പണിയെടുത്ത് ജീവിക്കുന്നവർ, കൂലിപ്പണിച്ച് ജീവിക്കുന്നവർ, അവർക്ക് വേണ്ടിയാണ് റേഷൻ, അവർക്ക് വേണ്ടിയാണ് റേഷൻ കടകൾ തുടങ്ങിയത്. പൂർ ആൻഡ് നേടി പാവങ്ങൾക്കും സാധാരണക്കാർക്കും വേണ്ടി ഏർപ്പെടുത്തിയ ഭക്ഷ്യഭേദ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് സമ്പന്നന്മാർക്ക് വേണ്ടി കൊള്ളൊത്ത് നടത്തുന്ന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ തുടക്കമായിട്ടാണ് ഈ സമരത്തെ ഞങ്ങൾ കാണുന്നത്. അഡ്വക്കേറ്റ് MN ഗോപി മുഖ്യപ്രഭാഷണം നടത്തി. ഇതിന്റെ ഭാഗമായി സാധാരണക്കാർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന സമൂഹത്തിന്റെ ഭാഗമായി നിന്ന സ്ഥാപനങ്ങളാണ്. ഇന്ന് അത്തരം സ്ഥാപനങ്ങളൊക്കെ നാട്ടിൽ മാറിപ്പോവുകയാണ്. റേഷൻ കടകളിൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾ വരുന്നില്ല, അത് വിതരണം ചെയ്യാൻ കഴിയുന്നില്ല. റേഷൻ കട നടത്തിപ്പ് തന്നെ ഇന്നൊരു ബാധ്യതയായി റേഷൻ കടയുടെ രജിസ്റ്റേർഡ് ഓണർമാർ മാറുന്ന സാഹചര്യമാണ്. അവരുടെ ശമ്പള സ്കെയിലിൽ അവർക്ക് 16,000 രൂപ ശമ്പളത്തിൽ അവർ ഇനി റേഷൻ കടകൾ നടത്തിയാൽ മതി എന്നുള്ള ഗവൺമെന്റ് തീരുമാനം. ആ 16,000 രൂപ പോലും ലഭ്യമാകാതെ കേവലം 10,000-8,000 രൂപയ്ക്ക് റേഷൻ കട നടത്തിക്കൊണ്ട് പോകേണ്ട അവസ്ഥയിലേക്ക് റേഷൻ കട നടത്തിപ്പുകാർ പോലും മാറുന്നു എന്ന് പറയുമ്പോൾ, എന്നുവെച്ചാൽ അടച്ചുപൂട്ടി നിവൃത്തിയില്ലാതെ ഇത് അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഒട്ടനവധി റേഷൻ കടകൾ മറ്റ് റേഷൻ കടകളിലേക്ക് ലയിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ചർച്ച നടക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പൊതുവിതരണ മേഖലയിൽ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ കാര്യപ്രദമായി നടക്കുന്നില്ല. നാട്ടിൽ വിലക്കയറ്റം ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് നാട്ടിൽ വിലക്കയറ്റം ഉണ്ടാകുന്നത്? ഗവൺമെന്റിന്റെ ഇടപെടലുകൾ മാർക്കറ്റുകളിൽ ഉണ്ടാകാതെ വരുന്നതുകൊണ്ടാണ്. മാർക്കറ്റിൽ സർക്കാരിന്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് മാർക്കറ്റിൽ വിലക്കയറ്റം ഉണ്ടാകുന്നത്. ഇപ്പൊ അരിക്ക് 60 രൂപയാണ് ഇന്ന് വില, 62 രൂപയാണ് ഇന്ന് പാലക്കാടൻ മട്ടയരി ബ്രാൻഡഡ് അരി കിട്ടണമെങ്കിൽ. എന്തുകൊണ്ടാണ് ഈ 60 രൂപയിലേക്ക് അരിവില കയറുന്നത്? സർക്കാരിന്റെ ഇടപെടലുകൾ മാർക്കറ്റിൽ ഉണ്ടാകാതെ വരുന്നു. മാർക്കറ്റിൽ എങ്ങനെയാണ് സർക്കാർ ഇടപെടുന്നത്? റേഷൻ കടകൾ വളരെ സജീവമായി, അരി മാത്രമല്ല, ഉമ്മൻചാണ്ടിയൊക്കെ കേരളം ഭരിക്കുമ്പോൾ റേഷൻ കടകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ കെ റേഷൻ കട എന്നൊക്കെയാണ് അവർ പറയുന്നത്, കെ സ്റ്റോർ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അന്ന് ഒരു പേരുമില്ലായിരുന്നെങ്കിലും റേഷൻ കടയിൽ ചെന്നാൽ എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ലഭ്യമാകുമായിരുന്നു. എല്ലാ നിത്യോപയോഗ സാധനങ്ങളും കുറഞ്ഞ വിലയ്ക്ക് ഗുണനിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്ന് ആ സാധനങ്ങളൊന്നുമില്ല. ഇന്ന് ആ സാധനങ്ങൾ ഇല്ല എന്ന് മാത്രമല്ല, റേഷൻ കടകൾ പൂട്ടുകയും നാട്ടിൽ ത്രിവേണി സ്റ്റോറുകൾ, ലാഭം മാർക്കറ്റുകൾ, മാവേലി സ്റ്റോറുകൾ ഉൾപ്പെടെയുള്ള സബ്സിഡി കൊടുത്തും ഗവൺമെന്റ് ഇവിടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ ഒന്നിച്ച് ഇത് പർച്ചേസ് ചെയ്ത് വിതരണം ചെയ്തുകൊണ്ടിരുന്ന, വില കുറച്ച് സബ്സിഡിയോടുകൂടി കൊടുത്തുകൊണ്ടിരുന്ന സ്ഥാപനങ്ങളൊന്നും ഇന്ന് നാട്ടിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ദുരന്തം കേരളത്തിലെ ജനങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെറ്റായ സമീപനത്തിന്റെ ഭാഗമാണ്. ഒരു ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ വകുപ്പ് മന്ത്രിമാരിൽ ആഭ്യന്തരം കഴിഞ്ഞാൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ആളാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എന്നെ കേൾക്കുന്ന ജനാധിപത്യ വിശ്വാസികളോട് ചോദിക്കുന്നു, കേരളത്തിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുടെ പേര് എത്ര ആളുകൾക്കറിയാം? എത്ര ആളുകൾക്കറിയാം ഇങ്ങനെ ഒരു മന്ത്രി ഈ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയുന്ന അത്ര ആളുകൾ ഈ നാട്ടിലുണ്ട്? അത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് എന്നല്ല, മുഖ്യമന്ത്രി ഒഴിച്ച് കേരളത്തിൽ ഒരു വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിമാരെ കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യമല്ല. കാരണം ഇതെല്ലാം ഒരു ഏകാധിപതിയായ ഭരണാധികാരി നിയന്ത്രിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അഡ്വക്കേറ്റ് സേനാപതി വേണു, MD ജോസ്, മുകേഷ് മോഹൻ, G മുരളീധരൻ, KN തങ്കപ്പൻ തുടങ്ങിയ നേതാക്കൾ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു. പ്രതിഷേധ പ്രകടനത്തിന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ KK രതീഷ്, അമ്പിളി വിലാസം സന്തോഷ്, ഷിഖാബ് ഇടിക്കൻ, ആനന്ദ് തോമസ്, ജോയി കുന്നുവിള തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് നെടുങ്കണ്ടം. ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ജംഗ്ഷൻ, നെടുങ്കണ്ടം. ആന്റിക്, ചെട്ടിനാട്, ടർക്കിഷ്, സിംഗപ്പൂർ, കൽക്കത്ത, രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ജംഗ്ഷൻ, നെടുങ്കണ്ടം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം 3000 രൂപ മുതൽ, തിരികെ നൽകുമ്പോൾ 95% ബൈബാക്ക്. നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി. തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ജംഗ്ഷൻ, നെടുങ്കണ്ടം. ഹലോ, നീ എവിടെയാ? വൈകിട്ട് കുഞ്ഞിനെ കാണാൻ പോകേണ്ടതല്ലേ? ഗിഫ്റ്റ് മേടിച്ചോ? മോനെ ഈ വെള്ളം ഒന്ന് കുടിച്ചേ. വെള്ളം കുടിക്കും മോനെ.
Baby Hub. We are always here to improve your kids' childhood. Be a good parent for next era. Baby Hub, the complete baby store. Code Junction, Nedumkandam.